നമസ്കാരം. ട്രംപ് ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അപരിഷ്കൃത നീതികേടിനോട് പ്രതികരിക്കാൻ ശബ്ദമില്ലാതായി പോയ ആയിരക്കണക്കിന് വരുന്ന പ്രവാസികളെ ചോദ്യമുനയിൽ തറച്ചു നിർത്തിയിരിക്കുകയാണ് ശശി തരൂർ. സ്വന്തം രാജ്യത്തിനോടും സ്വന്തം കൂടപ്പിറപ്പുകളോടും കാണിക്കുന്ന നെറികേടിനെതിരെ ശബ്ദമുയർത്താൻ പോലും അറിയാതെ മൗനം ഭജിച്ചിരിക്കുന്ന സാക്ഷര സമ്പന്നരായ വിദേശ മലയാളികൾക്ക് നേരെ ചോദ്യങ്ങളുടെ അസ്ത്രങ്ങൾ തന്നെയാണ് ശശി തരൂർ തൊടുത്തുവിട്ടത്. കുടിയേറ്റത്തിന്റെ ഒട്ടേറെ വിജയഗാഥകൾക്കിടയിൽ ഏറ്റവും തിളക്കമുള്ളതാണ് അമേരിക്കൻ ഇന്ത്യൻ സമൂഹത്തിന്റേത് എന്ന് പറഞ്ഞു തുടങ്ങിയ തരൂർ, യുഎസിലെ വംശീയ സമൂഹങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ഗാർഹിക വരുമാനമുള്ള ഫോർച്യൂൺ 500 കമ്പനികളെ നയിക്കുന്ന സിഇഒമാരുടെ വലിയൊരു വൃന്ദം തന്നെയുള്ള 6 കോൺഗ്രസ് അംഗങ്ങളും 2 മുൻ ഗവർണർമാരും FBI, പൊതുജനാരോഗ്യ ഏജൻസിയായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ ഫെഡറൽ ഏജൻസികളുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുള്ള ഇന്ത്യൻ സമൂഹം പലപ്പോഴും ഏകീകരണത്തിന്റെയും നേട്ടങ്ങളുടെയും സ്വാധീന ശക്തിയുടെയും ഒക്കെ മികച്ച മാതൃകയായാണ് കണക്കാക്കപ്പെടുന്നത് എന്നും കൂട്ടിച്ചേർത്തു. എന്നിട്ടും കഴിഞ്ഞ മാസങ്ങളിൽ അധിക്ഷേപങ്ങളുടെ അകമ്പടിയോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ 50% ഇറക്കുമതി ചുങ്കം അടിച്ചേൽപ്പിച്ചുകൊണ്ടും H1B വിസ അപേക്ഷയ്ക്ക് $1,00,000 വില ചുമത്തിക്കൊണ്ടും ഇറാനിയൻ തുറമുഖമായ ചബഹാറിൽ ഇന്ത്യ നടത്തുന്ന തന്ത്രപരമായ അടിസ്ഥാന സൗകര്യ വികസനം വിലക്കിക്കൊണ്ടും വിദ്യാർത്ഥി വിസകൾ നിയന്ത്രിച്ചുകൊണ്ടും കുടിയേറ്റ മാർഗങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ടും ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ നയതന്ത്ര ആക്രമണങ്ങളുടെ പരമ്പര തന്നെ അഴിച്ചുവിട്ടപ്പോൾ പേരുകേട്ട ഇന്ത്യൻ പ്രവാസ സമൂഹത്തിന്റെ പ്രതികരണം നിശബ്ദതയായിരുന്നു എന്ന് ശക്തമായ പ്രതിഷേധം ഉന്നയിച്ച തരൂർ, പ്രതികരണമേ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും മോശമെന്നും കൂട്ടിച്ചേർത്തു. ഈ നിശബ്ദത അമ്പരപ്പിക്കുന്നതാവണം എന്നും അധികാര സ്ഥാനങ്ങളിലും വേദികളിലേക്കും പ്രവേശനമില്ലാത്തവരൊന്നുമല്ല ഇന്ത്യൻ സമൂഹം. എഡിറ്റോറിയൽ ബോർഡുകളിലും ആശയ രൂപവൽക്കരണം നടത്തുന്ന വിദഗ്ധ സംഘടനകളിലും സർവകലാശാല അധ്യാപകരിലുമെല്ലാം ഏറ്റവും അധികമുള്ളത് ഇന്ത്യൻ അമേരിക്കക്കാരാണ്. രാഷ്ട്രീയ ക്യാമ്പയിനുകൾക്ക് പണം ചെലവഴിക്കുന്നതും നിയമസഭാംഗങ്ങൾക്ക് വിദഗ്ധോപദേശം നൽകുന്നതും പൊതുചർച്ചകൾ നിർമ്മിച്ചെടുക്കുന്നതുമെല്ലാം അവരാണ്. അവർ ശബ്ദമില്ലാത്തവരല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ US കോൺഗ്രസ് പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയ ഒരംഗം സഭയിലെ ഒരു ചോദ്യത്തിന് മറുപടിയായി ഇന്ത്യൻ എംപിമാരെ അറിയിച്ചത് ഇന്ത്യക്കെതിരെയുള്ള US ഭരണകൂട ആക്രമണത്തിനെതിരെ പ്രതിഷേധമറിയിക്കുന്ന ഒരു ഫോൺ വിളി പോലും ഇതുവരെ അവരുടെ ഓഫീസിന് ലഭിച്ചിട്ടില്ല എന്നും, അതേസമയം ഇസ്രായേലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അവരുടെ ഓഫീസ് സ്റ്റാഫുകൾ ഫോൺ വിളികൾക്ക് ഉത്തരം പറഞ്ഞു കുഴയുമെന്നും പറഞ്ഞ തരൂർ, ഇന്ത്യയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ താല്പര്യങ്ങളെ വില കുറച്ചു കാണുന്ന കടുത്ത ശിക്ഷാ സമാനമായ നയങ്ങളിലൂടെ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ പ്രവാസ സമൂഹം അതിനെതിരെ ശബ്ദമുയർത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചു. ഈ ഉത്കണ്ഠ അടിസ്ഥാനമില്ലാത്തതല്ല. US കൂടി വരുന്ന കുടിയേറ്റ വിരുദ്ധ വികാരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ട്രംപ് ഭരണകൂടത്തിലെ മുസ്ലിം വിലക്ക് മുതൽ തെക്കൻ അതിർത്തികളിലൂടെയുള്ള അധിനിവേശം എന്ന കാഴ്ചപ്പാടിന്റെ നിർമ്മാണം കൂടിയായപ്പോൾ വിദേശിയായി കണക്കാക്കപ്പെടുന്ന ഏതൊരാളോടുമുള്ള ശത്രുത കൂടി വരുന്ന രീതിയിൽ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. സാമ്പത്തികമായി നല്ല നിലയിലാണെങ്കിലും ന്യൂനപക്ഷങ്ങളിൽ വലിയൊരു പങ്കുൾപ്പെടുന്ന ഇന്ത്യൻ സമൂഹം ഈ മാറ്റങ്ങളോട് പ്രതിരോധ ശേഷിയുള്ളവരല്ല. ദക്ഷിണേന്ത്യക്കാർക്കെതിരെയുള്ള വംശീയ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. തവിട്ടുനിറമുള്ള തൊലിയും പുറംനാട്ടുകാരനെന്ന ആശയവുമായി കൂടിക്കലരുന്നത് തുടരുക തന്നെ ചെയ്യും. ഇത്തരമൊരു കാലാവസ്ഥയിൽ നിശബ്ദത സ്വയം രക്ഷപ്പെടലായാണ് കാണാനാവുന്നത് എന്നും തരൂർ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. പക്ഷേ നിശബ്ദതയ്ക്ക് വില നൽകേണ്ടതുണ്ട് എന്ന് കൂട്ടിച്ചേർത്ത തരൂർ, ഇന്ത്യക്കെതിരായ നയപരമായ ആക്രമണങ്ങൾക്കെതിരെ പ്രവാസ സമൂഹം പ്രതികരിക്കാതിരിക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് ധാർമ്മികതയുടെ സ്വരമാണ് എന്നും, ഇന്ത്യ ചതിക്കുന്ന വ്യാപാര പങ്കാളിയും തന്ത്രപൂർവ്വം പ്രകോപിപ്പിക്കുന്ന പങ്കാളിത്തം അർഹിക്കാത്ത ഒരു രാജ്യവുമാണെന്നൊക്കെയുള്ള പരിഹാസപൂർണമായ ചിത്രങ്ങൾ തഴച്ചു വളരാൻ ഇതിടയാക്കുമെന്നും പറഞ്ഞു. പ്രവാസ സമൂഹത്തെ രാഷ്ട്രദൂതർ എന്ന് അഭിവാദനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കരുതലോടെ വളർത്തിയെടുത്ത പ്രവാസി അഭിമാനം എന്ന ആശയത്തിന് തുരങ്കം വയ്ക്കുന്ന നീക്കം കൂടിയാണിതെന്നും പറഞ്ഞതിനൊപ്പം രാജ്യത്തിനു വേണ്ടി ശബ്ദമുയർത്താനാകുന്നില്ല എങ്കിൽ പിന്നെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതിൽ എന്ത് വിലയാണുള്ളത് എന്ന ചോദ്യത്തിന്റെ കൊളുത്തുകൊണ്ട് മുറുക്കി പ്രവാസികളെ ചോദ്യക്കൂട്ടിൽ നിർത്തുകയും ചെയ്തു. സ്വന്തം കീശ വീർപ്പിക്കാൻ മാത്രം ലക്ഷ്യമിട്ട് സ്വാർത്ഥതയോടെ ജീവിക്കുന്ന, എന്നാൽ മോദിയുടെയും ഇന്ത്യയുടെയും ഉറച്ച ശബ്ദമാകേണ്ടിയിരുന്നിട്ടും മൗനം വിഴുങ്ങുന്ന പ്രവാസികളെ ചോദ്യമുനയിൽ കുത്തി നിർത്തി വെള്ളം കുടിപ്പിച്ചത് തന്നെയാണ് തരൂരിന്റെ വാക്കുകൾ.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച